സ്മൃതി ഇറാനി രാഹുൽ ഗാന്ധിക്ക് ഒരു എതിരാളിയാണോ? ഈ ചോദ്യം സോഷ്യൽ മീഡിയയിൽ പലരും ഉന്നയിച്ചിരുന്നു. സംഘപരിവാർ പറയുന്നത്, അല്ലെങ്കിൽ BJPയുടെ സോഷ്യൽ മീഡിയയിലെ പ്രവർത്തകർ പറയുന്നത്, അവിടെ സ്മൃതി ഇറാനി ഒരുപാട് വികസനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ആ വികസനങ്ങളൊക്കെ സ്മൃതി ഇറാനിയെ അവിടെ ജനകീയമാക്കിയിട്ടുണ്ട്. ജനങ്ങൾ സ്മൃതി ഇറാനിക്കൊപ്പമാണ് എന്നാണ് BJPയുടെ സൈബർ പോരാളികളുടെ വാദം. എന്നാൽ ഈ വാദത്തിന് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം ദേശീയ മാധ്യമമായിട്ടുള്ള ABP ന്യൂസ് നൽകിയിരിക്കുകയാണ്. ABP ന്യൂസ് വളരെ വ്യക്തമായി അമേത്തിയിൽ ഒരു സർവേ നടത്തി. ആ സർവേയിൽ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു. അതായത് ആ സർവേ വ്യക്തമാക്കുന്നത് അവിടെ ബഹുദൂരം മുന്നിലാണ് രാഹുൽ ഗാന്ധി എന്നുള്ളതാണ്. അതായത് രാഹുൽ ഗാന്ധിയുടെ ജനകീയതയ്ക്ക് ഒരു കുറവും സംഭവിച്ചിട്ടില്ല. രാഹുൽ ഗാന്ധിക്കെതിരെ ഒരു ജനവിരുദ്ധ പ്രക്ഷോഭമോ അങ്ങനെയുള്ള ഒരു കാര്യവും അവിടെ ഇല്ല. രാഹുൽ ഗാന്ധിക്കൊപ്പമാണ് അമേത്തിയിലെ ജനങ്ങൾ. അതായത് BJPക്കാർ ഒഴിച്ചാൽ മറ്റുള്ള ജനങ്ങൾക്കൊക്കെ രാഹുൽ ഗാന്ധിയെ വീണ്ടും തിരഞ്ഞെടുക്കുന്നതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ABP ന്യൂസ് പുറത്തുവിട്ട സർവേ വ്യക്തമാക്കുന്നുള്ളത്. അതായത് BJPയുടെ പ്രവർത്തകർ വാദിച്ചത് വയനാട്ടിലേക്ക് രാഹുൽ ഗാന്ധി വരുന്നത് അമേത്തിയിൽ സ്മൃതിയെ പേടിച്ചിട്ടാണ് എന്നുള്ളത്. അതായത് അവരുടെ ഒരു സെലിബ്രിറ്റിയാണ്, ആ സെലിബ്രിറ്റി തരംഗത്തിലൂടെ വോട്ട് പിടിക്കാമെന്ന് അവർ ആദ്യം ശ്രമിച്ചു. എന്നാൽ ആ സെലിബ്രിറ്റി തരംഗം അവിടെ ഏൽക്കാതെ വന്നപ്പോൾ, അതായത് മോദി തരംഗമുള്ള സമയത്ത് 1 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ രാഹുൽ ഗാന്ധി അവിടെ ജയിച്ചു കയറിയപ്പോൾ സെലിബ്രിറ്റി അല്ല, അടുത്തത് ഒരു കേന്ദ്രമന്ത്രി സ്ഥാനം കൊടുത്തു തന്നെ സ്മൃതിയെ അവിടെ ഇറക്കാമെന്ന് വിചാരിച്ച് BJP ഇറക്കിക്കഴിഞ്ഞു. എന്നാൽ കേന്ദ്രമന്ത്രി സ്ഥാനം കൊടുത്തിട്ട് പോലും സ്മൃതി ഇറാനിക്ക് അവിടെ ഒരു തരംഗവും സൃഷ്ടിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് സർവേ വ്യക്തമാക്കുന്നുള്ളത്. അതായത് ചില ജനകീയ നടപടികൾ, അതായത് ജനങ്ങൾക്കിടയിൽ ചില പരിപാടികൾ അവതരിപ്പിച്ചു എന്നല്ലാതെ മറ്റുള്ള ഒരു കാര്യത്തിലും സ്മൃതി അവിടെ മുന്നിട്ട് നിൽക്കുന്നില്ല എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുള്ളത്. അതിനെ അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ് ABP ന്യൂസിന്റെ സർവേയും പറയുന്നുള്ളത് രാഹുലിന് തന്നെയാണ് അമേത്തി എന്നുള്ളത്. അതായത് അമേത്തിയുടെ സ്ഥിതിഗതികൾ നോക്കിയാൽ, രാഷ്ട്രീയ സ്ഥിതിഗതികളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ 2 പ്രാവശ്യം മാത്രമാണ് അമേത്തി കോൺഗ്രസിന്റെ കൈകളിൽ നിന്നും പോയിട്ടുള്ളത്. ഒന്ന് അടിയന്തരാവസ്ഥ കാലത്തിന് ശേഷവും മറ്റൊന്ന് 1998 കോൺഗ്രസിൽ നിന്നും മാറി BJPയുടെ സ്ഥാനാർത്ഥിയായി സഞ്ജയ് സിംഗ് മത്സരിച്ചപ്പോൾ മാത്രമായിരുന്നു അമേത്തി ഒരു പ്രാവശ്യം BJPക്കൊപ്പം നിന്നത്. എന്നാൽ 1999 കോൺഗ്രസ് ഇത് പിടിച്ചെടുക്കുകയും അതിനുശേഷം, അതായത് 2004 മുതൽ 2009, 2014 വരെ ഇത് നിലനിർത്തിക്കൊണ്ടുവരികയാണ് കോൺഗ്രസ്. അതായത് ഭൂരിപക്ഷങ്ങളിലെ മാറ്റമാണ് BJPയുടെ പ്രവർത്തകർ രാഹുൽ ഗാന്ധിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കാൻ കാരണം. അതായത് 2,70,000 2004 രാഹുൽ ഗാന്ധിക്ക് കിട്ടി, 2009 3,70,000 എന്നാൽ 2014 ഇത് 1 ലക്ഷമായി ചുരുങ്ങിയതാണ് വിമർശകർ അല്ലെങ്കിൽ BJPയുടെ പ്രവർത്തകർ രാഹുൽ ഗാന്ധിക്കെതിരെ ആരോപണം ഉന്നയിച്ചത്. അതായത് അവർ പറഞ്ഞത് സ്മൃതിയുടെ കടന്നുവരലാണ് 1 ലക്ഷം വോട്ടിലേക്ക് രാഹുൽ ഗാന്ധിയെ എത്തിച്ചത് എന്നുള്ളതാണ്. എന്നാൽ ഇത് പരസ്യമായ സത്യമാണ്. അതായത് മോദി തരംഗത്തിൽ അത്രയും വലിയ ഒരു ഭൂരിപക്ഷം രാഹുൽ ഗാന്ധി സ്വന്തമാക്കി എന്ന് പറയുന്നത് തന്നെ വലിയ നേട്ടമാണ്. അതുകൊണ്ട് ഒരു കാര്യം BJPയുടെ സൈബർ പോരാളികൾ വ്യക്തമായി മനസ്സിലാക്കുക, അതായത് ദേശീയ തലത്തിൽ വ്യാപകമായി പ്രചരിപ്പിച്ചു കൊണ്ടുള്ളത് കൊണ്ടാണ് ഇക്കാര്യം പറയുന്നത് അമേത്തി രാഹുലിനുള്ളതാണ് എന്നുള്ളത് നേരത്തെ തന്നെ ദേശീയ മാധ്യമങ്ങളും കണക്കുകളും ഒക്കെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.